Class 8 Geography. Hi students, welcome to our geography class for 8th standard students. In the last class we have discussed about the 4th chapter, that is agriculture. Okay, we already discussed in the last class what is agriculture, what are the different types of agriculture. Then today we will discuss about farm system. Farm system. Agriculture is considered as a farm system. ഒരു farm system ആയിട്ട് കരുതാം അഗ്രികൾച്ചറിനെ. നമുക്കറിയാം കമ്പ്യൂട്ടർ നിങ്ങൾക്കൊക്കെ ഏകദേശമൊക്കെ പരിചയമുള്ളതാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ നമ്മൾ കൊടുക്കുന്നു, അത് ഇൻപുട്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സുകളിലൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇൻപുട്ട്. ദെൻ അതിൽ നടക്കുന്ന പ്രോസസ്സിങ്, കാൽക്കുലേഷൻസ് ആണെങ്കിൽ കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക, അങ്ങനെ അതിൽ നടക്കുന്ന ആ പ്രവൃത്തികൾ, അതാണ് എന്ത് വരുന്നത് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ്സിങ്, ദെൻ പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ആൻസർ കിട്ടുക, അതാണ് ഔട്ട്പുട്ട്. സോ ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്. ഓക്കെ, ഇത് മൂന്നും കൂടി ചേരുമ്പോൾ തന്നെ ഒരു സിസ്റ്റമാണ്. അതുപോലെ നമുക്ക് ഈ ഫാം സിസ്റ്റത്തെ നമുക്ക് നോക്കാം. ഫാം സിസ്റ്റത്തിൽ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ നോക്കിയേ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, സീഡ്, ഫെർട്ടിലൈസർ, മെഷീനറി, ലേബർ, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെ. സീഡ് കൊടുത്തെങ്കിലല്ലേ, സീഡ് ആദ്യം ഇടും അല്ലേ, സീഡ്, അതുപോലെ ഫെർട്ടിലൈസർ, മെഷീനറി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, ലേബർ. അപ്പൊ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം, ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഫ്ലോയിങ്, അത് ഒഴുകണം അല്ലേ, നിലം ഫ്ലോയിങ് മീൻസ് അറിയാലോ, ഉഴുതു മറിക്കുക. ദെൻ സോയിങ്, വിത്ത് വിതയ്ക്കണം. ദെൻ ഹാർവെസ്റ്റിംഗ്, കൊയ്യുക, ഇതെല്ലാം എന്താണ് പ്രോസസ്സിംഗ് ആണ്. അതുപോലെ തന്നെ സ്പ്രേയിങ്, കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്യുക. ദെൻ ഇറിഗേഷൻ, വാട്ട് ഈസ് മീൻ ബൈ ഇറിഗേഷൻ, എന്താ വാട്ടർ സപ്ലൈ, വെള്ളമില്ലാത്തത് വെള്ളം കൊടുക്കുക, ഇറിഗേഷൻ. ദെൻ വീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളകൾ നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ കളകൾ എന്ന് പറയും. കളനാശിനി. അപ്പോൾ കളകൾ നന്നായിട്ട് വളർന്നു വന്നാൽ ഈ വിളകൾക്ക് കേടാണ്. അപ്പം ആ കളകളെ നമ്മൾ പറിച്ച് കളയണം. അപ്പോൾ അതാണ് വീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡ്സിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിനെ അതാണ് വീഡിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ നടക്കുന്ന പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഇതിപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല വേറെ നമ്മൾ പറഞ്ഞല്ലോ കൃഷി മാത്രമല്ല. ഏതാണ്, പോൾട്രി, ഡയറി, സിൽക്വം കൾച്ചർ അല്ലേ, നമ്മൾ ഒരുപാട് ഫിസി കൾച്ചർ, സെറികൾച്ചർ, ഇതെല്ലാം. അപ്പം ഇതിനകത്തെല്ലാം ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ക്രോപ്സ്, നല്ല ക്രോപ്സ്, ധാന്യങ്ങൾ കിട്ടും. അതുപോലെ വേറൊരു മേഖലയാണെങ്കിൽ വൂൾ, കമ്പിളി കിട്ടും. ദെൻ ഡയറി, പാലുൽപ്പന്നങ്ങളൊക്കെ കിട്ടും. ദെൻ പോൾട്രി, എന്താണ്, പോൾട്രി എന്ന് പറയുമ്പോൾ കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പം അത് മുട്ട കിട്ടും, ഇറച്ചി കിട്ടും അല്ലേ. അപ്പം ഇതെല്ലാം കിട്ടും. അപ്പം ഇതെല്ലാമാണ് ഇതിനകത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഏത് മേഖല എടുത്ത്, ഇപ്പം കോഴികളുടെ കാര്യം എടുത്താലും, അല്ലെങ്കിൽ ഡയറി, പശുവിനെ വളർത്തുക എന്നുള്ളപ്പോൾ പശുവിനെ മേടിക്കുക. അപ്പം ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, പശു അല്ലേ, കൗ, അതുപോലെ തന്നെ ബാക്കിയുള്ള മെഷീനറീസ്, കറക്കാനുള്ള ഉപകരണം, ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇൻപുട്ടാണ്. പിന്നെ അതിനകത്ത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ നോക്കാൻ ജോലി, അതായത് ഇതിനെ ശ്രദ്ധിക്കുക, പ്രിയറിങ്. പിന്നെ അതുപോലെ തന്നെ കറന്നെടുക്കുക, പാല് കറന്നെടുക്കുക, ഇതെല്ലാം ഇന്നത്തെ ജോലികളാണ്. പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, മെഡിസിൻ സംബന്ധമായിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം എന്താണ്, പ്രോസസ്സിംഗ് ആണ്, ഔട്ട്പുട്ടാണ്. അപ്പോൾ എന്ത് കിട്ടുക, പാല് കിട്ടുക, അല്ലെങ്കിൽ മീറ്റ് കിട്ടുക, ഇതൊക്കെ എന്താണ്, ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്. ഇത് ഏത് മേഖല എടുത്താലും ഉണ്ട് ഇൻപുട്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും ഇൻപുട്ട് ഉണ്ടായിരിക്കും, പ്രോസസ്സിംഗ് ഉണ്ടായിരിക്കും, ദെൻ ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് farming. There are two types of farming, subsistence farming and commercial farming. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
കൃഷി നടപ്പാക്കുക. അതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഈസ് again classified into two: intensive farming and primitive intensive subsistence farming and primitive subsistence farming. Then primitive subsistence farming is again classified into two: shifting, then nomadic herding. Shifting cultivation and nomadic cultivation. Commercial farming is again classified into grain farming, mixed farming and plantation agriculture. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സബ്സിസ്റ്റൻസ് ഫാമിംഗ്. This type of farming is practiced to meet the needs of the farmer's family. ഞാൻ പറഞ്ഞല്ലോ, ഫാമറിൻ്റെ ഫാമിലിയെ തൃപ്തിപ്പെടുത്തുക, ആ ഉദ്ദേശം മാത്രമാണ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിന് ഉള്ളത്. Traditionally, low level of technology and household labor are used to produce on small output. അപ്പം നമ്മൾ ഇതിനു വേണ്ടി മുടക്കുന്ന തുകയും ചെറുതായിരിക്കും, അതുപോലെ തന്നെ കിട്ടുന്ന ഔട്ട്പുട്ടും സ്മോൾ ആയിരിക്കും. Subsistence farming can be further classified into intensive subsistence and primitive subsistence farming. In intensive subsistence farming, the farmer cultivate a small plot of land. ചെറിയൊരു ലാൻഡ് എടുത്ത് കൃഷി ചെയ്യുക. യൂസിങ് സിമ്പിൾ ടൂൾസ്, വലിയ ടൂൾസ് ഒന്നും മേടിക്കാതെ സിമ്പിൾ ടൂൾസ് കൊണ്ട് കയ്യിലുള്ളത് വെച്ച്. ആൻഡ് മോർ ലേബർ. Climate with a large number of days with a sunshine and fertile soil permits growing of more than one crop annually on the same plot. അതേ പ്ലോട്ടിൽ തന്നെ വീണ്ടും വീണ്ടും കൃഷി ഇറക്കുക. അങ്ങനെയുള്ളതാണ് റൈസ്. റൈസ് ഈസ് ദ നെല്ല് അല്ലേ. റൈസ് ഈസ് ദ മെയിൻ ക്രോപ്പ്. അതർ ക്രോപ്സ് ഇൻക്ലൂഡ് വീറ്റ്, മെയ്സ്, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ്. Intensive subsistence agriculture is prevalent in thickly populated areas. Thickly populated areasലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. Then primitive subsistence agriculture. അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടായിട്ട് വീണ്ടും തിരിക്കുന്നു. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക് ഹേർഡിംഗ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ദ തിക്ലി ഫോറസ്റ്റഡ് ഏരിയാസ്. ഇത് കൂടുതലും കാട്ടുപ്രദേശങ്ങളിൽ, thickly forested areas of Amazon basin, tropical Africa, parts of Southeast Asia and Northeast India. These are the areas of heavy rainfall, നല്ല മഴയുള്ള സ്ഥലങ്ങളിലും, ആൻഡ് ക്വിക്ക് റീജനറേഷൻ ഓഫ് വെജിറ്റേഷൻ, പെട്ടെന്ന് തന്നെ ഇതെല്ലാം വളരുന്ന ചെടികൾ വളരുന്ന ഒരു സ്ഥലത്താണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കൂടുതലായിട്ടും കാണുന്നത്. എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഈസ് ക്ലിയർഡ് ബൈ ഫെല്ലിംഗ് ദ ട്രീസ് ആൻഡ് ബേണിംഗ് ദം. അതായത് ട്രീസൊക്കെ, അതായത് നശിച്ചു പോയ ട്രീസൊക്കെ ഒരുമിച്ചിട്ട് കത്തിക്കുന്നു. ആൻഡ് ബേണിംഗ് ദം. ദ ആഷസ് ആർ ദെൻ മിക്സ്ഡ്. അന്നേരം കിട്ടുന്ന ചാരം എന്ത് ചെയ്യുന്നു? സോയിലിനകത്ത് മിക്സ് ചെയ്യുന്നു. ആൻഡ് ക്രോപ്സ് ലൈക്ക് മെയ്സ്, യാം, പൊട്ടറ്റോ, കസാവ ആർ ഗ്രോൺ. ഇങ്ങനെയുള്ളതൊക്കെ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ വഴിയായിട്ടാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ സോയിൽ ലോസസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി, ദ ലാൻഡ് ഈസ് അബാൻഡൻഡ് ആൻഡ് അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടമായി കഴിയുമ്പോൾ ആ ലാൻഡ് ഉപേക്ഷിക്കുന്നു. ആൻഡ് ദ കൾട്ടിവേറ്റർ മൂവ്സ് ടു ന്യൂ പ്ലോട്ട്. എന്നിട്ട് കൾട്ടിവേറ്റർ പുതിയൊരു പ്ലോട്ടിലേക്ക് മാറുന്നു. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ആഷസ് അതിനകത്ത് മിക്സ് ചെയ്യുന്നു അല്ലേ. ദെൻ നൊമാഡിക് ഹേർഡിംഗ് is practiced in the semi-arid and arid regions of Sahara, Central Asia and some parts of India like Rajasthan, Jammu and Kashmir. മരുഭൂമി പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും നൊമാഡിക് ഹേർഡിങ് കാണുന്നത്. In this type of farming, herdmen move from one place to place with their animals for fodder and water. ആനിമൽസിനെ കൊണ്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് അവർക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനുമൊക്കെ ആയിട്ട് എലോങ് ഡിഫൈൻഡ് റൂട്ട്സ്, പല വഴികളങ്ങ് സഞ്ചരിക്കുകയാണ്. ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് റൈസസ് ഇൻ റെസ്പോൺസ് ടു ക്ലൈമാറ്റിക് കൺസ്ട്രെയിൻസ് ആൻഡ് ടെറൈൻ. ഷീപ്പ്, ക്യാമൽ, യാക്ക് ആൻഡ് ഗോട്ട് ആർ മോസ്റ്റ് കോമൺലി റിയർ. ഇങ്ങനെ ഷീപ്പ്, നമ്മൾ ഇത് കൂടുതലും ബൈബിളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ആട്ടിൻ പറ്റങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ ഒട്ടകങ്ങൾ, ഇങ്ങനെയുള്ള, അതായത് ബൈബിളിൽ പഴയ നിയമത്തിൽ ഇത് കൂടുതലായിട്ടും പറയുന്നുണ്ട്. ഈ നൊമാഡിക് ഹേർഡ്സിൻ്റെ കാര്യം. ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് അങ്ങ് പോവുകയായിരുന്നു ആട്ടിടയന്മാരും ഒക്കെ ആയിട്ട്. ദേ പ്രൊവൈഡ്, എന്നിട്ട് അവർ
milk, meat, wool, hides and other products to herders and their family. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും. ദെൻ കൊമേഴ്ഷ്യൽ ഫാമിംഗ് നിങ്ങൾക്കറിയാം, കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടി ഉള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ഇൻ കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ് crops are grown for commercial purpose. Wheat and maize are common commercial grown grains. വീറ്റും മെയ്സും ഒക്കെ കൊമേഴ്ഷ്യലായിട്ട് വളർത്തുന്നതാണ്. മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ദ ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് ഫുഡ് ആൻഡ് ഫോഡർ ക്രോപ്സ് ആൻഡ് റിയറിംഗ് ലൈഫ് സ്റ്റോക്ക്. ഇത് യൂറോപ്പ്, ഈസ്റ്റേൺ USA, അർജന്റീന, സൗത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക. ദെൻ ലാസ്റ്റ് വൺ പ്ലാന്റേഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഗ്രെയിൻ ഫാമിങ്, മിക്സഡ് ഫാമിങ്, പ്ലാന്റേഷൻ, അഗ്രികൾച്ചർ. ലാസ്റ്റ് വൺ ആണ് പ്ലാന്റേഷൻ. ആർ എ ടൈപ്പ് ഓഫ് commercial farming where single crop of tea, coffee, sugarcane, cashew, rubber, banana or cotton are grown. Large amount of labor and capital. അപ്പം കൂടുതൽ എമൗണ്ട് ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലും ഒക്കെ ഇതിനു വേണ്ടി ആവശ്യമുണ്ട്. വലിയ പ്ലാന്റേഷൻ. The produce may be processed on the farm itself or in nearby factories. The development of a transport network is thus essential for such farming. ഇങ്ങനെയുള്ളതിന് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യമുണ്ട്. ബനാന പ്ലാന്റേഷൻ ആണ് ഈ കാണുന്നത്, വാഴ. മേജർ പ്ലാന്റേഷൻസ് ആർ ഫൗണ്ട് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻസ് ഓഫ് ദ വേൾഡ്. റബ്ബർ ഇൻ മലേഷ്യ, കോഫി ഇൻ ബ്രസീൽ, ടീ ഇൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ആർ സം എക്സാമ്പിൾസ്. ഇതൊക്കെ മേജർ പ്ലാന്റേഷൻസ് ആണ് ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്നത്. ഓക്കെ, so that's all. Types of farming. Types of farming അത് എന്താണെന്ന് മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. എക്സാമ്പിൾസ്, ഓരോന്നിനും എക്സാമ്പിൾസ് എഴുതുക. ദെൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാം സിസ്റ്റം ആണ്. ദെൻ ടൈപ്സ് ഓഫ് ഫാമിംഗ്. ദെൻ ഇനി നമ്മൾ മേജർ ക്രോപ്സ്, ഈ ക്രോപ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി മേജർ ക്രോപ്സ്. ഓക്കെ.